അടക്കം ചെയ്തതിന് ശേഷം ആൾക്കാർ വന്നിട്ടുണ്ട്? രണ്ടാൾ വന്നിട്ടുണ്ട്. ഒരാൾ എടുത്തും പോയിട്ടുണ്ട്. ഗോവ അല്ല ഒരു പെൺകുട്ടിയുടെ ആണോ? ഗോവക്കാരി. അവർ മാത്രം എടുത്തും പോയിട്ടുള്ളൂ. അപ്പൊ എടുത്തിട്ട് പോകാനായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. നശിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. നമുക്ക് സൂക്ഷിക്കണം. പരമാവധി മൃതദേഹം അഴുകാലും അസ്ഥി ദ്രവിക്കാതെ സൂക്ഷിക്കണം. അപ്പൊ ഇത് നേരെ അടക്കം ചെയ്യാം, കത്തിക്കല്ല? ഇല്ല, കുഴിച്ചിടും. 174 പെടുന്ന അൺനോൺ ഫീമെയിൽ ഓർ മെയിൽ ഏത് മൃതദേഹമാണെങ്കിലും നമ്മൾ നിയമപ്രകാരം 4 ദിവസം, മാനുഷിക പരിഗണന 8, 10, 15, 1 മാസം. പെൺകുട്ടീനെ കെട്ടിത്താത്തി 2.5-3 മാസം വരുന്നുണ്ട്. ആലുവയിൽ പെൺകുട്ടീനെ കെട്ടിത്താത്തി 3 മാസം മൃതദേഹം വരുന്നു. ഇപ്പം കാരണം പെൺകുട്ടീനെ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല. ഇപ്പം നമ്മുടെ സൂരജിലാമ്മയുടെ ഏകദേശം മകൻ DNA കിട്ടിയാലേ ഉറപ്പാക്കുള്ളൂ. ഇപ്പോഴും ഇത്രയും കാലമായിട്ട് ഫ്രീസറിലിരിക്കുക. ബാക്കി അവൻ മാനുഷിക പരിഗണനയാണ്. ഒക്കെ വെച്ച് നോക്കും. 4 ദിവസം നിയമം. ബാക്കി മാനുഷിക പരിഗണന ആരും വന്നില്ലെങ്കിൽ ആ മൃതദേഹം നമ്മൾ മുനിസിപ്പാലിറ്റിക്ക്, അതാണ് നമ്മുടെ ഇവിടുത്തെ കഴിവുകേട്, ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ പോലീസ് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കത്ത് കൊടുക്കണം, അപേക്ഷ കത്ത് കൊടുക്കണം. ഈ മൃതദേഹം അടക്കം ചെയ്യാൻ 6 അടി മണ്ണ് തരാൻ മുനിസിപ്പാലിറ്റിക്ക്, അതോ പഞ്ചായത്തിനോ കോർപ്പറേഷനോ പോലീസ് അപേക്ഷയും കൊടുത്ത് കാത്തു കെട്ടി നിൽക്കണം. അവരെ സമയത്തിന് അവർ വിചാരിക്കണം. ഇനി അവർ പറയുകയാണ് ഇവിടെ സ്ഥലമില്ലെങ്കിൽ ഇത് പോലീസിൻ്റെ പാടാ, ഇത് കൊണ്ടുപോയി നടക്കലും അന്വേഷിച്ചടക്കാനും പോലീസ് പറഞ്ഞു വൃത്തിയാകുന്നപ്പോൾ നമ്മൾ അന്വേഷിച്ചെടുക്കും ആണ്. അപ്പൊ ഈ ശരീരം അത്രയും ദിവസം അവിടെ ഇരുന്ന് ഇതാവല്ലേ ചെയ്യാ? അത് ശരിക്കും ഒരു മൃതദേഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയല്ലേ? പിന്നല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആലുവ ഭാഗത്ത് മരണപ്പെട്ട മൃതദേഹത്തിന് മാത്രമേ ആലുവയിൽ അടക്കം ചെയ്യാനുള്ള അനുവാദമുള്ളൂ. എല്ലായിടത്തും അടക്കം ചെയ്യേണ്ട ശ്മശാനം ഇല്ലാതാനും. കേരള സർക്കാരിൻ്റെ കീഴിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും കീഴിൽ കുഴിച്ചിടുന്ന ശ്മശാനങ്ങളിൽ എല്ലായിടത്തും ഇല്ല.